ഭാര്യയും ഭർത്താവും കൂടി കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ പ്രശ്നമാണ്. 4 അവർ ജീവിച്ചു പോയി. നിരന്തരം പ്രശ്നം. എത്രയോ പ്രാവശ്യം ഡിവേഴ്സ് ചെയ്യാനൊക്കെ നോക്കി. എന്നിട്ട് കുട്ടികളുണ്ടായി പോയതിൻ്റെ പേരിൽ പലതിൻ്റെ പേരിൽ ജീവിച്ച് അവസാനം കുട്ടികളൊക്കെ വലുതായി. മൂത്ത കുട്ടിക്ക് 20 വയസ്സോ മറ്റായി. ആ സമയത്ത് ഇവർക്ക് തീരുമാനം ഇനി ഇത് മുന്നോട്ട് പോകില്ല. ഈ അവസ്ഥ എത്തിയതിനു ശേഷം ഇനി ഒരു ദിവസം ഈ മനുഷ്യൻ്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല എന്ന് ആ ചേച്ചി പറഞ്ഞു. ഇവളെ കൂടെ ഇനി ജീവിക്കാൻ പറ്റാന്ന് ഇയാളും പറഞ്ഞു. അങ്ങനെ 2 പേരും കൂടി ഇനി ഡിവേഴ്സ് വഴിയുള്ളൂ. അതിൻ്റെ മുമ്പ് ആരോ പറഞ്ഞിട്ട് നമ്മളടുത്ത് കൗൺസിലിങ്ങിന് വന്നു. അപ്പോൾ കൗൺസിലിങ്ങിൽ അവർ പറഞ്ഞൊരു കേസ്, അവിടെ ആ 2ൻ്റെ ഒരു എക്സ്ട്രീം അവസ്ഥ ഞാൻ കണ്ട അവിടെയാണ്. ഈ ഭാര്യ ടിപ്പിക്കൽ 2 ആണ്, ഈ ഭർത്താവ് ടിപ്പിക്കൽ 1 ആണ്. കാരണം 1ൻ്റെ സ്വഭാവം എന്താ വെച്ചാൽ അവർ അംഗീകാരം കൊടുക്കില്ല. ഉള്ളിൽ ഹൃദയത്തിൽ സ്നേഹം ഉണ്ടാവും, പക്ഷെ പ്രകടിപ്പിക്കാൻ പാടില്ല എന്നാണ് ചിന്ത. പക്ഷേ ഈ 2 ആണെങ്കിൽ ഈ പ്രകടിപ്പിച്ചാൽ മാത്രമേ അവർക്ക് മനസ്സിലാവും. അങ്ങനെ അവർ ക്ലിനിക്കിൽ വന്ന് പറഞ്ഞത്, സാറിനറിയോ, ഈ എൻ്റെ മൂത്ത മോനെ ഗർഭിണിയായ സമയത്ത് ഇയാൾ എന്നെ സ്കൂട്ടറിലാണ് സാറേ കൊണ്ടുപോയത് എന്ന് പറഞ്ഞ കരച്ചിലാണ്. ഡെലിവറിക്ക് എൻ്റെ വീട്ടിൽ കാറുണ്ട്, അയാളെ വീട്ടിൽ കാറുണ്ട്, ഞങ്ങൾക്കൊരു കാറ് വിളിക്കാൻ പൈസ ഉണ്ട്, എന്നിട്ട് ആ മനുഷ്യൻ എന്നെ സ്കൂട്ടറിലാണ് സാറേ കൊണ്ടുപോയത്. ഭയങ്കര നെഞ്ചത്തടി നിലവിളിയാണ്. അപ്പോൾ എനിക്കും തോന്നി, ഭയങ്കര കരുണ തോന്നി. അയ്യോ, ഈ ഭർത്താവ്, ദുഷ്ടനായ ഭർത്താവ് ഇങ്ങനെയാണല്ലോ ചെയ്ത്, എന്തായാലും ചോദിച്ചു കളയാം എന്ന് കരുതി ഭർത്താവിനോട് ചോദിച്ചു, ഇവരിങ്ങനെ പറയുന്നുണ്ട്, ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ? അപ്പോൾ അയാൾ പറയാം, സാറേ ഞാൻ ഇവളോട് 1500 പ്രാവശ്യം പറഞ്ഞതാ കാറ് വിളിക്കാമെന്ന്. അന്ന് അവൾ പറഞ്ഞതാ, ഇത്ര ദൂരമല്ലേ, നമുക്ക് സ്കൂട്ടറിൽ പോയാൽ പോരെ, എന്തിനാണ് വെറുതെ കാർ എടുക്കണമെന്ന് ചോദിച്ചാണ്. അപ്പോൾ ഞാൻ ചോദിച്ചല്ല, നിങ്ങളിങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഞാനിങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് അയാളിങ്ങനെ ചെയ്യാൻ പറഞ്ഞു, അയാൾ കാറ് വിളിക്കണ്ടേ എന്നാണ്. അതായത് അവർ കാറ് വേണ്ട, ബൈക്ക് മതി എന്ന് പറഞ്ഞാലും നമ്മൾ ബൈക്ക് കൊണ്ടുവരരുത്, നമ്മൾ കാറ് തന്നെ കൊണ്ടുപോകണം. അതാണ് ഒരു ലാംഗ്വേജ്. ആ ലാംഗ്വേജ് ഈ മനുഷ്യനെ അറിയാത്തതുകൊണ്ടാണ് 20 കൊല്ലം വേസ്റ്റായത്. 2 ആളെ ജീവിതം വേസ്റ്റായി. തീർച്ചയായിട്ടും 20 കൊല്ലം അവർ പരസ്പരം യുദ്ധം ചെയ്ത് ജീവിക്കല്ലേ. കാരണം അവരുടെ ഭാഷ, അവർ എൻ്റെ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യണം, വേണോ എന്ന് ചോദിച്ചാൽ വേണ്ട എന്ന് മാത്രമേ ഞാൻ പറയൂ. നിങ്ങൾ നിർബന്ധിക്കണം എന്നാണ് അവരുടെ ഭാഷ. ഇതറിയുന്നത് കംപ്ലീറ്റ് ഫുൾഫിൽമെൻ്റ് അവരല്ല. പക്ഷേ ആ ഒരൊറ്റ സെഷൻ കൗൺസിലിങ്ങോട് കൂടി ഞാൻ ആ ഭാര്യൻ്റെ ഭാഷ എന്താണെന്ന് അയാൾക്കും, അയാളുടെ ഭാഷ എന്താണെന്ന് ഭാര്യയ്ക്കും പറഞ്ഞു കൊടുത്തു. പിന്നെ അതൊരു സ്വർഗ്ഗമായിരുന്നു അവരുടെ ജീവിതം. ഇപ്പോഴും അവർ വളരെ സന്തോഷത്തോടു കൂടി ഇടയ്ക്ക് കാണാറുണ്ട്, വരാറുണ്ട്, ഒരുമിച്ച് യാത്ര ചെയ്യുന്നവർ. ഇപ്പം അവർ മത്സരിക്കുകയാണ് മറ്റേയാളുടെ നീഡ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ചില മനുഷ്യൻ അങ്ങനെ തന്നെയാണ്. നമുക്ക് ആ സോഷ്യൽ വെൽബീയിങ്ങിൽ വരുന്നത്, നമുക്ക് മറ്റുള്ളവരുടെ സന്തോഷം കാണുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മൾ ചിരി പോലെ തന്നെയാണ് സന്തോഷം. നമുക്ക് അത് ഓട്ടോമാറ്റിക് നമുക്ക് വരും. ഒരാൾ ചിരിച്ചാൽ നമ്മൾ ഓട്ടോമാറ്റിക് ചിരിച്ചു പോകും. അത് ഇപ്പോൾ റീൽസിൻ്റെ കാലമാണ്. അപ്പോൾ റീൽസ് കാണുമ്പോൾ ഒരാൾ വെറുതെ നിന്ന് പബ്ലിക്കിൽ ചിരിക്കുകയാണ്, ബാക്കി എല്ലാവരും ഓരോരോ പ്രശ്നങ്ങളിലാണ്. പക്ഷെ അത് കണ്ടിന്യൂസ് ആയി ചിരിച്ചു പോകാൻ അവസാനം ഒരു കുറച്ച് സമയം കഴിയുമ്പോൾ എല്ലാവരും ചിരിക്കാൻ തുടങ്ങും. അല്ല, മനുഷ്യൻ അടിസ്ഥാനപരമായിട്ട് വേറെ ഒരു കാര്യം വെച്ചാൽ എയ്പ്പാണല്ലോ മനുഷ്യൻ. അതെ, കോപ്പിയല്ല എന്ത് കണ്ടാലും. അപ്പം ഇവിടെ നമുക്ക് മാതൃകകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമ്മൾ മാതൃകയാണോ എന്നുള്ളതാണ് വേറൊരു ചോദ്യം. അപ്പം നമ്മളെ സംബന്ധിച്ചൊരു അടിസ്ഥാന വിദ്യാഭ്യാസത്തിൻ്റെ കൂടെ പലപ്പോഴും എൻ്റെ എനിയാഗ്രാം ക്ലാസ് കഴിഞ്ഞപ്പോഴേ എല്ലാവരും എന്നോട് കോമൺ ആയിട്ട് പറയുന്നൊരു സാറുണ്ട്, സാർ ഇതൊക്കെ ഒരു ഹൈസ്കൂൾ പഠിക്കുന്ന കാലത്ത് കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങളുടെ ലൈഫ് ഒരുപാട് മെച്ചപ്പെടുമായിരുന്നു. ഇവൻ ഞാൻ പോലും പറഞ്ഞിട്ടുണ്ട്, എനിക്കത് കുറച്ച് മുന്നേ കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ ലൈഫ് എവിടെ എത്തിയിരുന്നു എന്നുള്ളത്. വെറുതെ സമയം നമ്മളെ ലൈഫ് വെറുതെ നമ്മൾ നശിപ്പിച്ച് ഒരു കാര്യമില്ല. നമ്മളെ ചെയ്ത സ്വഭാവങ്ങൾ പോലും നമ്മൾ തിരിച്ചറിയുന്നത് ഇതിലൂടെ. അതാണ് ഈ ബുക്കും ഈ കോഴ്സും ഞാൻ ഒരു കണ്ണാടിയായിട്ടാണ് കണ്ടിട്ടുള്ളത്. കാരണം അതുകൊണ്ടാണ് തീർച്ചയായിട്ടും കണ്ണാടിയാണ്. കണ്ണാടി നമ്മളെ കാണിച്ചു തരുന്നൊരു കണ്ണാടിയാണ്, നിങ്ങൾ ഇതാണെന്ന് കാണിച്ചു തരുന്നൊരു കണ്ണാടിയാണ്. ഇതുപോലെ 3 ബിസിനസ്സുകാരനാണ്, അല്ലെങ്കിൽ എൻ്റർപ്രണറാണ്. അവർ വലിയ വലിയ ചിന്തകളാണ്, എക്സ്ട്രീം എൻഡിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്, വലിയ എൻഡിനെ കുറിച്ച് ചിന്തിക്കുക, ചെറിയ കാര്യങ്ങളൊന്നുമല്ല. പക്ഷെ അവരുള്ളതുകൊണ്ടാണ് ലോകത്ത് ഹോസ്പിറ്റലും കോളേജുകളും ഈ പറയുന്ന ഹോട്ടലുകളും ഇത്രയും വലിയ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടായത്. എന്നാൽ 4 കലാകാരനാണ്, 5 ഒബ്സർവറാണ്, ഗവേഷകനാണ്, 6 സപ്പോർട്ടറാണ്, 7 ഒപ്റ്റിമിസ്റ്റിക്കാണ്. കാണുന്ന കുട്ടികളിലൊക്കെ കാണുന്ന ഇലുമിനാറ്റി ടൈപ്പ് പാട്ടൊക്കെ പാടി നടക്കുന്ന, എൻജോയ് ചെയ്യുന്ന, ലൈഫ് ഒന്നേ ഉള്ളത് എൻജോയ് ചെയ്യണമെന്ന് പറയുന്ന ഒരു പ്രകൃതം. ഇതിൽ ചില പ്രകൃതങ്ങൾ എക്സ്ട്രീം ഓപ്പോസിറ്റ് നമുക്ക് തോന്നും, അത് ഓപ്പോസിറ്റ് അല്ല ശരിക്കും. 1ഉം 7ഉം തമ്മിൽ, 1ഉം 2ഉം തമ്മിലൊക്കെ നിരന്തര യുദ്ധങ്ങളുണ്ടാവും. കാരണം വെച്ചാൽ അവർ രണ്ടാളെയും പ്രയോറിറ്റി വ്യത്യാസം ഉണ്ടാകും, ഓപ്പോസിറ്റ് അല്ല. അത് രണ്ടാളെയും ജീവിതത്തിൽ 2 പ്രയോറിറ്റിയാണ്. എനിക്ക് കഴിഞ്ഞ ഒരു യാത്ര ചെയ്ത് ഗുരുവായൂരുള്ള സമയത്ത് ഒരു ചേട്ടൻ വോളണ്ടറി കയറി വന്നിട്ട് പറഞ്ഞില്ല, ഞാൻ ഇന്ന് എനിയഗ്രാമിലൊരു ടെക്നിക്ക് യൂസ് ചെയ്തു, വണ്ടി വാങ്ങിയ കഥ.
വളരെ എന്താ പറയുക അത് ഞാൻ വണ്ടി വാങ്ങി എൻ്റെ ചാവി ഞാൻ എൻ്റെ വൈഫിനെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞൊരു അതെ 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 അയാൾ പറഞ്ഞു ഇത്രത്തോളം എൻ്റെ ഭാര്യ സന്തോഷിച്ച ഒരു നിമിഷം അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടാളും സന്തോഷിച്ച ഒരു നിമിഷം ഉണ്ടായിട്ടില്ലെന്ന്. പക്ഷെ അയാൾ പറഞ്ഞ ചെറിയൊരു ആക്ടാണ് അല്ലേ, ഒരു ചെറിയ പ്രവൃത്തി ഒരു വലിയ ഫുൾഫിൽമെൻറ്റ് ആ ഫാമിലി ഉണ്ടാക്കി. ആ സന്തോഷം അവർ കുഞ്ഞുങ്ങളിലേക്ക് വരെ പകർന്നാടുന്നൊരു സാഹചര്യം. അയാൾ കുറേ നേരം എന്നോട് സംസാരിച്ചു തന്നത്. എനിയഗ്രാം ഒരു അറിവിൻ്റെ ശാസ്ത്രമല്ല, എനിയഗ്രാം ഒരു തിരിച്ചറിവിൻ്റെ ശാസ്ത്രമാണ്. നമ്മൾക്ക് വലിയ തിരിച്ചറിവുണ്ടാവുന്ന, നമുക്ക് നമ്മളെ കണ്ടെത്താൻ പറ്റുന്നൊരു പ്രശ്നം. എൻ്റെ ലൈഫിൽ എന്നോട് ഏറ്റവും എടുക്കാൻ ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഏതാണെന്ന് വെച്ചാൽ, എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് ഒരു സ്ഥലത്തൊരു വിഷയം സംസാരിക്കാൻ. എങ്കിൽ 24/7 അല്ലേ, ഏത് സമയത്തും ഞാൻ പോലും പറഞ്ഞു കഴിഞ്ഞാൽ തിരഞ്ഞെടുക്കുന്ന സബ്ജക്റ്റ് എനിയഗ്രാം ആയിരിക്കും. ഈ സമൂഹത്തിലിപ്പം നടക്കുന്നൊരു വലിയൊരു ഇതാണല്ലോ ഈ ഒളിച്ചോട്ടം. നമ്മളെപ്പോഴും വായിക്കും ഈ എന്താ പറയുക വീട്ടമ്മയുടെ ഒപ്പം യങ് ആയിട്ടുള്ള ആൾക്കാർ ഒളിച്ചോടുന്നൊക്കെ. അതിൽ മതിയായ സ്ത്രീയെ ആ പിന്നെ കാമുവൻ്റെ കൂടെ ഒളിച്ചോടി എന്നൊക്കെ പത്രത്തിൽ നിരന്തരം കാണാം. പക്ഷെ അതിൻ്റെ ആ ഒരു സ്റ്റോറി ഇതിൽ ഞാൻ വായിച്ചിരുന്നു. അത് അല്ല, ഇതിൽ 90% എല്ലാ മനുഷ്യനും അവരെ നീഡ് ഫുൾഫിൽ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആളാണ്. എല്ലാവരും അവർക്ക് വണ്ടിയിലും യാത്ര ചെയ്യുമ്പോൾ ഡ്രൈവറോട് അവർക്ക് എന്താ അല്ല, പറയുക ഡ്രൈവർ ചോദിച്ചു. അതെ അതായത് ഒരു പേഴ്സണാലിറ്റി, 2 എന്ന് പറയുന്ന ഒരു പേഴ്സണാലിറ്റി അവർക്ക് ജീവവായു പോലെ, ശ്വാസം പോലെ അവർക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ആവശ്യമുള്ള സാധനമാണ് അംഗീകാരം. കയറും അംഗീകാരവും ആ കഥയൊന്ന് പ്രേക്ഷകർക്കായിട്ട് പറയാം. എന്ന് വെച്ചാൽ അത് എല്ലാം വളരെ എന്താ പറയുക ആ കഥയ്ക്ക് ഒരുപാട് തലം ഇന്നത്തെ അവസ്ഥയിൽ ഒരു കഥയായിട്ടല്ലേ തോന്നുന്നു. അതൊരു പ്രതിഫലം. അതൊരു 90% കേസിലും എല്ലാവരും ഒരു അംഗീകാരം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ പല ആൾക്കാർക്ക് അത് കിട്ടിയില്ലെങ്കിലും അത് പ്രശ്നമല്ല. പക്ഷെ 2 എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ശക്തമായുള്ളൊരാൾക്ക്, അയാൾക്ക് ജീവവായു പോലെ പ്രധാനപ്പെട്ടതാണ് അംഗീകാരം. അത് സ്വന്തം വീട്ടിൽ നിന്ന് കിട്ടുന്നില്ല, വേറെ എവിടുന്നെങ്കിലും കിട്ടുന്നു എന്ന് കണ്ടാൽ അവിടേക്ക് പോകും. അവിടെ ബുദ്ധി ഇല്ല, അവിടെ അവർക്ക് അംഗീകാരം തരുന്ന. നമ്മൾ വീട്ടിലുള്ള എന്താ പറയുക വളരെ ഡിസിപ്ലിനായി വളരെ സംസ്കാരങ്ങൾ നോക്കി അച്ഛനമ്മമാർ വളർത്തുന്ന ഫേസ്ബുക്കില്ല, ഇൻസ്റ്റാഗ്രാമില്ല. പിന്നീട് നമ്മൾ കാണുന്ന ആ കുട്ടി ഒരു ഗുണ്ടയുടെ പൊളിച്ചോടി ഇങ്ങനൊരു കൗൺസിലിംഗ് കേസ് വന്നത് അതും എനിക്ക് തോന്നുന്നു ഒരു പ്രസംഗത്തിൽ കേട്ടിട്ടുണ്ട്. ഞാനത് വളരെ ഒരു ഗുണ്ടേൻ്റെ കൂടെ ഒളിച്ചോടി ഒരു പെൺകുട്ടീൻ്റെ കേസ് എനിയഗ്രാമിന് വളരെ പ്രധാനപ്പെട്ട ഒരു റെലവൻ്റ് കേസാണ്. കാരണം കുട്ടി 2 എന്ന് പറയുന്ന അംഗീകാരം ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണായിട്ട് ഞാൻ അവിടെയാണ് പറഞ്ഞത് പാരൻറ്റിങ്ങിന് ഇതിലൊരു വലിയ സ്ഥാനം ഉണ്ടെന്ന്. ഈ അച്ഛനും അമ്മയാണെങ്കിൽ കുട്ടിക്ക് അംഗീകാരം കൊടുക്കാറില്ല. കാരണം അവരെ ഉദ്ദേശിച്ചതുപോലെ കുട്ടി ആവാത്തത് കൊണ്ട് അവർ കുറ്റപ്പെടുത്തൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ എപ്പോഴോ ഒന്ന് ഒരു ഗുണ്ട ഈ കുട്ടി പാട്ട് പാടിയപ്പോൾ നന്നായി എന്ന് പറഞ്ഞപ്പം പരിപാടി പങ്കെടുത്ത സമയത്ത് അപ്പോൾ അവിടെയാണ് രണ്ടിനെ സംബന്ധിച്ച് എനിക്ക് അംഗീകാരം തരുന്ന ആൾ ആരായാലും അയാൾക്ക് വേണ്ടി ഞാൻ ജീവിക്കും. അയാൾ എൻ്റെ യജമാനാണ്. അയാൾ ആരായാലും തിരക്കില്ല, എനിക്ക് അപ്രിസിയേഷൻ. അംഗീകാരം തന്നെ. പക്ഷേ ഇത് മനസ്സിലാക്കിയിട്ട് പലപ്പോഴും ആൾക്കാർ ഫേക്കായിട്ടുള്ള അപ്രിസിയേഷൻ കൊടുത്ത് ഇത്തരം ആൾക്കാരെ വളച്ചുകൊണ്ട് പോകും. അവിടെ അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. കാരണം എനിക്ക് അംഗീകാരം തരുന്ന ആരായാലും അവിടെ ലോകം എത്ര എതിർത്താലും ഞാൻ അയാൾ പറയുന്നത് കേൾക്കും. ഒരു അഡിക്ഷനാണത്, എനിക്ക് അംഗീകാരം തരുന്നതോടുള്ള അഡിക്ഷൻ. അങ്ങനെയാണ് ആ കുട്ടി പോയത്. അപ്പോൾ ചില ഈ റിലേഷൻഷിപ്സിലൊക്കെ തന്നെ നമ്മളൊരാളെ പരിചയപ്പെട്ട് നമ്മൾ അവരോട് അടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അറിഞ്ഞോ അറിയാതെ ചിലപ്പോൾ എനിയഗ്രാം ടെക്നിക്കുകൾ നമ്മളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും ലൈഫിൽ അല്ലേ. അല്ല, അതുകൊണ്ടാണ് പറയുന്നത് എനിയഗ്രാം പഠിച്ച് പലപ്പോഴും ചോദിക്കാറുണ്ട്, സാറേ എനിയഗ്രാം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവരെ മനസ്സിലാക്കിയിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ കൊടുത്ത് പലപ്പോഴും അത് പ്രണയത്തിന് ഉപയോഗിക്കാൻ പറ്റുമോ, പെൺപിള്ളേരെ വളയ്ക്കാൻ ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഇതൊരു ടൂളാണ്. അതെ, ഒരു ടൂളാണ്. ഇത് നിങ്ങളുടെ പ്രകൃതത്തിനനുസരിച്ച് ഏത് ടൂളും നമ്മൾ ഉപയോഗിക്കില്ല. അപ്പം ഈ തോക്ക് നല്ലതാണോ മോശമാണോ നോക്കിയാൽ അറിയാം. നല്ല ആളെ കൈ കിട്ടിയാൽ അത് സ്വന്തം സംരക്ഷണത്തിൽ ഉപയോഗിക്കാം, തീവ്രവാദിനെ കൈ കിട്ടിയാൽ ആൾക്കാരെ കൊല്ലാൻ ഉപയോഗിക്കുന്നതാണ് അറിയാം. ഒന്നും നല്ലതോ ചീത്തയെന്ന് പറയാം, ആൾക്കാർ ഉപയോഗിക്കുന്നതിനനുസരിച്ചാണ്. പക്ഷെ അവിടെ എനിയഗ്രാം നമ്മളെ തുടക്കത്തിലെ ഒരു ധാർമ്മികത പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ എനിയഗ്രാം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അത് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കും. കാരണം എന്താ വെച്ചാൽ മറ്റൊരാൾ അയാളുടെ ഒരു കൃപ നമുക്ക് തോന്നും. കാരണം അയാളുടെ അവസ്ഥ അതാണ്. ആ ഒരു പ്രകൃതിയോട്, ആ ചുറ്റുപാടിനോട് നമുക്ക് അപാരമായ ഒരാൾ നമ്മളോട് ദേഷ്യപ്പെട്ടാൽ പോലും നമുക്ക് അയാളോട് ദേഷ്യമല്ല തോന്നുക, അയാൾ അങ്ങനെ പെരുമാറുന്നത് ഇപ്പോൾ അയാൾ അങ്ങനെ ആയതുകൊണ്ടാണ്. നമുക്ക് അയാളൊരു കൃപയാണ് തോന്നുക. അയാൾക്ക് അതിനെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ടല്ലേ, അയാൾ കുറച്ചുകൂടി മെച്ചപ്പെടട്ടെ എന്നുള്ളൊരു സങ്കല്പത്തിലേക്ക് വരിക ചെയ്യുക. അതുകൊണ്ട് ലോകത്തുള്ള ആൾക്കാർ വൈരുദ്ധ്യമല്ല, അത് വൈവിധ്യമാണ്.
അവരൊക്കെ ആ തലത്തിലേക്ക് എത്തണം. അതുകൊണ്ട് തന്നെ ആര് എനിഗ്രാം പഠിച്ചു കഴിഞ്ഞാലും അവരുടെ അടുത്ത ശ്രമം ഇത് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കാനായിരിക്കും. തീർച്ചയായിട്ടും. ഈവൻ ഞങ്ങൾ പോലും പല ആൾക്കാരുടെ അടുത്തും എനിക്ക് തോന്നുന്നു 1 ബുക്കല്ല 3 ബുക്ക് വാങ്ങിയിരുന്നു. 2 ബുക്കും ഒന്ന് എൻ്റെ ബ്രദർ എടുത്തു, 2 കസിൻ എടുത്തു. പക്ഷേ എനിക്ക് തോന്നുന്നു അത് അവരുടെ ജീവിതത്തിലുണ്ടാക്കിയ മാറ്റം വളരെ വലുതാണ്. കാരണം അവർ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. കാരണം എനിക്ക് തോന്നുന്നു സാറിൻ്റെ ട്രാവലും കണ്ടിന്യൂസ് ട്രാവലും, കാരണം ക്ലാസ്സുകളിപ്പം ഇപ്പം നമുക്ക് ഓൺലൈനായിട്ട് കൂടുതൽ ക്ലാസ് എടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പം പ്ലാറ്റ്ഫോമിൽ പ്രീ റെക്കോർഡഡ് ക്ലാസ്സായിട്ട് ഇട്ടിട്ട് എല്ലാവർക്കും, അങ്ങനെയാണ് ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള ആൾക്കാർക്ക് അവരുടെ സമയത്തിനനുസരിച്ച് കാണാലോ എന്നുള്ള സങ്കല്പത്തിലാണ് അതിപ്പോൾ ഒരു കോഴ്സാക്കിയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് മാത്രമല്ല, എനിഗ്രാം നിങ്ങൾ ഒറ്റ പ്രാവശ്യം കേട്ടോ, നിങ്ങളുടെ ലൈഫിൽ 100% ട്രാൻസ്ഫർമേഷൻ ഉണ്ടായിരിക്കും. അത് തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇനി ഒരു കോർപ്പറേറ്റ് തലത്തിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഇപ്പം നമ്മളിപ്പോൾ പ്രഷറായിട്ടുള്ള ഒരുപാട് ആൾക്കാർ, എല്ലാവരും ജോലി ചെയ്യുന്ന ആൾക്കാരാണ്, 90% ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ടൂളിൽ ഉണ്ടാവുന്നൊരു ഇപ്പം ഒരുപാട് ആൾക്കാർ അറ്റൻഡ് ചെയ്തിട്ട് അവരുടെയൊക്കെ ഫീഡ്ബാക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നുന്നു എത്ര ആൾക്കാർ നമുക്ക് ട്രെയിൻ ചെയ്തിട്ടുണ്ടാവും നമ്പർലെസ് ആണ്, എനിക്കറിയില്ല. കാരണം നമ്മൾ ഒരുപാട് ഗ്രൂപ്പുകൾക്ക് ക്ലാസ് എടുത്തിട്ടുണ്ട്, ഒരുപാട് അതിമേലൊക്കെ എടുത്തിട്ടുണ്ട്. കേരള പോലീസിന് എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരുപാട് വലിയ വലിയ എൻ്റർപ്രണേഴ്സിന് എടുത്തിട്ടുണ്ട്. ഈവൻ ഫാമിലി ഫങ്ഷൻസ് എടുത്തിട്ടുണ്ട്. അറിയില്ല എനിക്ക് എത്ര ആൾക്കാരെ ഞാൻ എനിഗ്രാം പഠിപ്പിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. അത്രയധികം ആൾക്കാരാണ്. നിങ്ങൾ കുടുംബകലഹത്തിന് ഒരു പരിധി വരെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ സാധിക്കും. എനിഗ്രാം ഇന്ന് വരെ എനിഗ്രാം ക്ലാസ് കേട്ടിട്ട് മടുത്തു എന്നൊരാൾ പറഞ്ഞിട്ടില്ല. കാരണം നമ്മളെ ജീവിതമായിട്ട് ചേർന്ന് നിൽക്കുന്ന എല്ലാ കുടുംബത്തിലും എനിഗ്രാം ഉണ്ട്. നമ്മളതിനെക്കുറിച്ച് അവെയർ അല്ല. കോർപ്പറേറ്റ് തലത്തിൽ കോർപ്പറേറ്റ് തലത്തിൽ മാത്രമല്ല, അപ്പം ജോലിയെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ജോലിയെക്കുറിച്ച് പറയുന്ന സമയത്ത് ഓരോ മനുഷ്യനും ഭൂമിയിൽ ജനിക്കുന്നത് അയാൾക്കൊരു ധർമ്മമുണ്ട്. കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, അവരുടെ ധർമ്മം ആണ് ചെയ്യേണ്ടത്. സ്വധർമ്മോ നിധനം ശ്രേയ പരകർമ്മോപയാപഹം. ഞാൻ എന്തിനാണോ ജനിച്ചത് അത് ഞാൻ ചെയ്യുമ്പോൾ അതെനിക്ക് ജോലിയല്ല, എൻ്റെ ധർമ്മമാണ്. എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവും. എൻ്റേതല്ലാത്ത ഏത് ജോലി ചെയ്യാൻ പോയാലും എനിക്ക് സ്ട്രെസ് ഉണ്ടാവും. എനിഗ്രാം നിങ്ങൾ എന്തിനാണ് ഭൂമിയിൽ ജനിച്ചത് എന്ന് നിങ്ങളോട് പറഞ്ഞു തരുന്നൊരു ശാസ്ത്രമാണ്. നിങ്ങൾ എന്താണ് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. നിങ്ങൾ ഏതോ ഒരു പ്രവൃത്തി ചെയ്യാനാണ് ഭൂമിയിൽ വന്നത്. നിങ്ങൾ ആ പ്രവൃത്തി മാത്രമേ ചെയ്യാവൂ. നിങ്ങൾ വേറെ ഏത് ചെയ്താലും നിങ്ങൾക്കും സ്ട്രെസ്സാണ്, നിങ്ങളുടെ സേവനം സ്വീകരിക്കുന്നവർക്കും സ്ട്രെസ്സാണ്. ഇന്ന് നിർഭാഗ്യവശാൽ 90% ആൾക്കാരും അവരുടെ ധർമ്മമല്ല ചെയ്യുന്നത്. ധർമ്മം അല്ലാത്തതൊക്കെ ജോലിയാണ്. ജോലി എപ്പോഴും സ്ട്രെസ് തരുന്നതാണ്. അത് വലിയൊരു നമ്മളെ പാഷൻ മനസ്സിലാക്കി ജോലി തിരഞ്ഞെടുക്കാൻ നമുക്ക് സാധിക്കും. അത് നമ്മളെ ജോലിയല്ല, നമ്മളെ ലൈഫ് നമ്മൾ എൻജോയ് ചെയ്യണം. അതുപോലും രണ്ടാമത് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, നമ്മളിപ്പം കോർപ്പറേറ്റിൻ്റെ കാര്യം പറഞ്ഞു, റിലേഷൻഷിപ്പിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ ഈ കുട്ടികൾ, ഇപ്പം നേരത്തെ നമ്മൾ സംസാരിച്ചാൽ പറഞ്ഞല്ലോ, ചെറിയ കുട്ടികൾ മുന്നേ നമുക്കിത് പഠിച്ചിരുന്നെങ്കിൽ, അപ്പം ഇനീഷ്യലി ഇത് പഠിക്കുമ്പോൾ ഗുണം ഈവൻ നമുക്ക് നാളെ എന്താവണമെന്നൊരു തിരിച്ചറിവ് ഇതിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് അതിന് ആ ഒരു പാത്ത് ചൂസ് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും അല്ലേ? തീർച്ചയായിട്ടും നമ്മൾ ആ രീതിയിൽ ഹൈസ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ധാരാളം പ്രോഗ്രാമുകൾ, എന്തിനു പറയുന്നു, നമ്മൾ ഒരുപാട് പ്രീ മാരേജ് കൗൺസിലിംഗ് അവിടേക്ക് അടുത്ത് കടന്നു വരുന്നത് വിചാരിച്ചത്. കാരണം ഈ കല്യാണത്തിന് മുന്നേ ഈ വണ്ടി ഓടിക്കാൻ നമുക്ക് ലൈസൻസിന് എത്ര ദിവസം ടെസ്റ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ കല്യാണത്തിന് ഒരു ട്രെയിനിങ്ങും ഇല്ല. ഞാൻ പറയുന്നത്, നിങ്ങൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എനിഗ്രാം പഠിച്ചിരിക്കണം. കാരണം നിങ്ങൾക്ക് ഒത്തു പോകുന്ന, നിങ്ങളുമായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെ കല്യാണം കഴിച്ചാലും അയാളുമായി അയാളുടെ ഭാഷ മനസ്സിലാക്കി ജീവിച്ചു പോകാനുള്ളൊരു സ്കില്ലുണ്ടാവും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ ഇത് സഹായകമാവും. ഏതായാലും നമ്മളിപ്പോൾ എല്ലാ പ്രീ മാരേജ് കൗൺസിലിംഗ് കോഴ്സിനും ഈ എനിഗ്രാം ഒരു സബ്ജക്റ്റാണ്. അതേപോലെ തന്നെ കുട്ടികൾ 8ലും 9ലൊക്കെ പഠിക്കുന്ന കുട്ടികൾ, അവർക്ക് അവരെ കരിയർ തിരഞ്ഞെടുക്കാനൊക്കെ, അപ്പം ഗവേഷകനാവാൻ ജനിച്ച ഒരാൾ ഗവേഷകനാണ്, ലോകത്തെ ഏറ്റവും നല്ല ഗവേഷകനാണ്. അവനെ പ്രസംഗ പരിശീലനം നടത്താനോ അല്ലെങ്കിൽ അവനെ ലീഡർഷിപ്പ് പഠിപ്പിക്കാൻ പോയാൽ അവന് സ്ട്രെസ്സാണ്. അവൻ സ്ട്രെസ്സായിരിക്കും, ലൈഫ് ലോങ് സ്ട്രെസ്സായിരിക്കും. അപ്പോൾ അച്ഛനും അമ്മയാണ് മനസ്സിലാക്കേണ്ടത്, എൻ്റെ മകൻ ഇന്നതിനാണ് ജനിച്ചത്, അവൻ ആ മേഖലയിൽ ഏറ്റവും നല്ല ആളാവട്ടെ. അപ്പോൾ കലാകാരനാവാൻ ജനിച്ച ആൾ ഏറ്റവും നല്ല കലാകാരനാണോ? അപ്പോൾ ഓരോ ആൾക്കാരും അവരുടെ ധർമ്മം തിരിച്ചറിയാൻ എനിഗ്രാം സാധിക്കും. ഒരു കുഞ്ഞു കുട്ടിയിൽ നിന്ന്, ഭർത്താവിൽ നിന്ന്, ഭാര്യയിൽ നിന്ന്, ഒരു കുടുംബത്തിൽ നിന്ന്, ഒരു രാജ്യത്തിന് സേവിക്കുന്ന ആൾക്കാർ വരെ പഠിച്ചിരിക്കേണ്ട ഒരു ശാസ്ത്രമാണ്. മനുഷ്യനായി ജനിച്ചിട്ടുള്ള, ചിന്താശേഷി, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ചിന്താശേഷിയുള്ള മുഴുവൻ ആൾക്കാരും എനിഗ്രാം പഠിച്ചിരിക്കുന്നതാണ്. അത് നമ്മുടെ കുടുംബത്തിന് മാത്രമല്ല, അത് ലോകത്തിന് മുഴുവൻ നല്ലതാണ്. നന്ദി, നമസ്കാരം.